ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ പ്രധാന കാഴ്ചകളായ കൊച്ചി മറൈൻ ഡ്രൈവും മട്ടാഞ്ചേരി പാലസും ഫോർട്ട് കൊച്ചി ബീച്ചും വെണ്ടുരുത്തി പാലവും കൊച്ചിൻ ഹാർബർ പാലവും ഒക്കെ കാണാനായിട്ടാണ് ഞാനിന്ന് കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്കാണ്. കൊച്ചിയിലെ സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമായി ചെലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണല്ലോ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കാണുന്ന കല്ല് വിരിച്ച പാതയിലൂടെ നടപ്പാണ് മറൈൻ ഡ്രൈവിലെ പ്രധാന ഹൈലൈറ്റ്. ഇതിൻ്റെ സൈഡിലായി ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെയുണ്ട്. കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ കാണുന്ന ഇരിപ്പിടങ്ങളിലൊക്കെ എത്ര നേരം ഇരുന്നാലും മടുക്കുകയില്ല നമ്മൾ. പിന്നെയുള്ള മറൈൻ ഡ്രൈവിലെ ആകർഷണം എന്ന് പറയുന്നത് ബോട്ട് യാത്രയാണ്. ഗ്രൂപ്പായി വരുന്നവർക്ക് പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ബോട്ടിൻ്റെ പാക്കേജുകൾ ഇവിടെയുണ്ട്. ഞാനൊരു ബോട്ടിൻ്റെ അന്വേഷിച്ചപ്പോൾ 2500 രൂപയാണ് പാക്കേജ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആകർഷണം എന്ന് പറയുന്നത് നേരെ മുന്നിൽ കാണുന്ന മഴവിൽ പാലമാണ്. മഴവിൽ പാലത്തിൻ്റെ മുകളിൽ കയറിയ ശേഷം നമുക്ക് ചുറ്റുമുള്ള കായലുകളൊക്കെ മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ടൊക്കെ സാധിക്കും. മനോഹരമായ അസ്തമനങ്ങളൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാനായി പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് ഈ മഴ. ഇപ്പോൾ സമയം 5:30 5:30 ആയപ്പോഴത്തേനും അസ്തമനത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ പതിയെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സൂര്യൻ്റെ പ്രതിബിംബം കായലിലേക്ക് അടിച്ചുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. മറൈൻ ഡ്രൈവിലെ കൂടുതൽ സഞ്ചാരികൾ എന്ന് പറയുന്നത് യുവാക്കളായ കമിതാക്കളാണ്. ഒറ്റയ്ക്കിരിക്കുന്നവരും കുറവല്ല. മനസ്സ് ശാന്തമാക്കാൻ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന കൊച്ചിക്കാർ വളരെയധികമാണ്. ഈ കാണുന്ന ബോട്ടുകളൊക്കെ തന്നെ സഞ്ചാരികളെക്കായി കാത്തു നിൽക്കുന്ന ബോട്ടുകളാണ്. മറൈൻ ഡ്രൈവിന് മുൻപിലൂടെയുള്ള നടപ്പാത കിലോമീറ്ററുകൾ നീണ്ടതാണ്. രാജേന്ദ്ര മൈതാനം മുതൽ ഹൈക്കോർട്ട് വരെ നീണ്ടുകിടക്കുന്ന നടപ്പാതയാണ് മറൈൻ ഡ്രൈവിൻ്റെ മുന്നിലൂടെയുള്ളത്. ഈ സൈഡിലുള്ള ബെഞ്ചുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം കാക്കക്കാഷ്ടം ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണമായിരിക്കും നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനോഹരമായ അസ്തമനമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരി പാലസാണ് ഈ കാണുന്നത്. മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകി. 1663 ഡച്ചുകാർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി. അതിനുശേഷം ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. കൊച്ചി രാജാക്കന്മാരും കാലാകാലങ്ങളിൽ ഈ കൊട്ടാരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഈ കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതാക്കാനാണ് പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഈ കൊട്ടാരത്തിൻ്റെ അടുത്തായി തന്നെ വളരെ വലിയ മനോഹരമായ ഒരു കുളം കൂടിയുണ്ട്. ഇന്ന് ഈ കൊട്ടാരം കേരള ഗവൺമെൻറ് കീഴിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അമ്പലങ്ങളിൽ കാണപ്പെടുന്ന കൊത്തുപണികളും ചിത്രപ്പണികളും ധാരാളമായി ഈ കൊട്ടാരത്തിൽ കാണാവുന്നതാണ്. ഈ കൊട്ടാരത്തിൻ്റെ വളരെ അടുത്ത് തന്നെയായിട്ടാണ് ജൂതത്തെരുവുള്ളത്. ഈ കാണുന്നതാണ് ജൂതത്തെരുവ്. ജൂതത്തെരുവും സിനഗോഗും ജൂസ് സ്ട്രീറ്റും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അടുത്ത സ്പോട്ടായ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഫോർട്ട് കൊച്ചി ബീച്ചിലെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ചീനവലയും വാസ്കോഡി ഗാമ സ്ക്വയറും ഇമ്മാനുവൽ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിലായി ഇങ്ങനെ മനോഹരമായൊരു നിർമ്മിതിയുണ്ട്. ഈ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊളോണിയൽ ശൈലിയിലുള്ള ബംഗ്ലാവുകളും വാസ്കോഡി ഗാമ സ്ക്വയർ, ഗ്രാനൈറ്റ് നടപ്പാതയ്ക്കൊപ്പം ഫോർട്ട് ഇമ്മാനുവലിൻ്റെ അവശിഷ്ടങ്ങൾ, പുതുതായി പിടിച്ച മത്സ്യം ഉപയോഗിച്ച് പരമ്പരാഗത വിഭവങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി സ്റ്റാളുകൾ എന്നിവയും കാണാം. ഇന്ത്യൻ നേവിയുടെ കീഴിലാണ് ബീച്ചിൻ്റെ ഒരു ഭാഗം. ആ ഭാഗം സന്ദർശകർക്ക് ലഭ്യമല്ല. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടു. അവർ ബീച്ചിൻ്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ അടുത്തതായി വന്നിരിക്കുന്നത് കൊച്ചി ഹാർബർ പാലത്തിലേക്കാണ്. കൊച്ചിയുടെ വികസനത്തിൻ്റെ പ്രധാന നാഴികക്കല്ലുകളിലൊന്നായ കൊച്ചി ഹാർബർ പാലമാണ് ഈ കാണുന്നത്. കൊച്ചിയിലെ പഴയ ഹാർബർ പാലമാണ് ഇത്. ഇപ്പോൾ ഇതൊരു പൈതൃക സ്മാരകമാണ്. 1938 നിർമ്മിച്ച ഇത് കപ്പലുകൾക്ക് പോകാൻ മധ്യഭാഗം ഉയർത്താൻ കഴിയുന്ന ഒരു ലിഫ്റ്റിംഗ് പാലമായിരുന്നു. കപ്പിയും കയറും ഉപയോഗിച്ച് ഇത് ഉയർത്തിയിരുന്നു. പുതിയ പാലം 1998 നിർമ്മിച്ചു. പഴയ പാലം ഇപ്പോൾ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന ഒരു സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് വെണ്ടുരുത്തി പാലമാണ്. വെണ്ടുരുത്തി വിക്രാന്ത് പാലം എന്നറിയപ്പെടുന്നു. നിലവിൽ ഇവിടെ 2 പാലങ്ങളുണ്ട്. പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ പാലവും ഒരു റോഡ് പാലവും.
കൊച്ചിയുടെ എറണാകുളം ഭാഗത്തെ വെല്ലിംഗ്ടൺ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് അടുത്തിരിക്കുന്ന വലിയ കപ്പലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെയും ഏതാണ്ട് ഒരു അസ്തമന സമയമാണ്. ഇവിടെ വലിയൊരു കപ്പൽ വന്നിട്ടുണ്ട്. നമുക്ക് പാലത്തിൽ നിന്നുകൊണ്ട് തന്നെ കപ്പലിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെണ്ടുരുത്തി പുതിയ പാലത്തിലാണ്. 2011 നിർമ്മിച്ചതാണ് പുതിയ പാലം. 627 മീറ്ററാണ് ഈ പുതിയ പാലത്തിൻ്റെ നീളം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊച്ചിയെ ഇന്ത്യയിലെ ഒരു പ്രധാന തുറമുഖ നഗരമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് പഴയ പാലം. അതിനാൽ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചിയിലെ ഒരു നാഴികക്കല്ലാണ് പഴയ പാലം. വെണ്ടുരുത്തി പഴയ പാലത്തോടൊപ്പം ഉണ്ടായിരുന്ന റെയിൽവേ പാലവും 2005 ഒരു ഡ്രഡ്ജർ റെയിൽവേ പാലത്തിലിടിച്ചു. ഇത് അടച്ചുപൂട്ടിലേക്ക് നയിച്ചു. ഈ സംഭവത്തെ തുടർന്ന് പുതിയ റെയിൽവേ പാലത്തിന് നിർമ്മാണം ആരംഭിച്ചു. അത് 2015 തുറന്നു. പഴയ റെയിൽ പാലം 2018 പൊളിച്ചു മാറ്റി.